വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ബാക്കിയുള്ള ക്രിട്ടിക്സും അവരെന്താണ് ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്, എല്ലാം ഷേക്സ്പിയറിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളതിനെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ആദ്യം പറയുന്നത് AC ബ്രാഡ്ലെ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ വർക്കാണ് ഷേക്സ്പിയറിയൻ ട്രാജഡി, ലെക്ചേഴ്സ് ഓൺ ഹാംലെറ്റ്, ഒതെല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഈ ഒരു വർക്കിനകത്ത് അദ്ദേഹം 3 ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനകത്ത് ആദ്യം പറയുന്നത് ഇമോഷണൽ അഗണി ഓഫ് ദി പ്രൊട്ടാഗണിസ്റ്റ്. അതായത് ഷേക്സ്പിയറിൻ്റെ മിക്ക ട്രാജിക് ഹീറോസും അനുഭവിക്കുന്ന ഒരു ഇന്നർ ഇമോഷണൽ ടോർമെൻ്റ് ഉണ്ട്. അതായത് പുറമേക്ക് കാണുന്ന സമയത്ത് വളരെ സന്തോഷവാന്മാരായി കാണുന്ന പല ട്രാജിക് ഹീറോസും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഹാംലെറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മാക്ബത്തിലാണെങ്കിലും പുറമേക്ക് കാണുന്ന സമയത്ത് വളരെ സന്തോഷവാന്മാരായി കാണുന്ന ഈ ഒരു ആളുകൾ പക്ഷേ ജീവിതത്തിൽ ഒരുപാട് കുറ്റബോധങ്ങളും അനിശ്ചിതാവസ്ഥയും ഒക്കെ അവരനുഭവിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹാംലെറ്റിലാണെങ്കിൽ തന്നെ അമ്മയോടുള്ള സ്നേഹമുണ്ട്, പക്ഷേ അതേസമയം അച്ഛനെ ഇല്ലാതാക്കിയവരോടുള്ള ഒരു പ്രതികാര മനോഭാവമുണ്ട്. അപ്പോൾ ജീവിതം എവിടെയും ഇല്ലാതെയായി പോകുന്ന, എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും ജീവിതം എവിടെയും എത്തിപ്പോവാത്ത ഒരു അനിശ്ചിതാവസ്ഥ നമുക്കതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. So this inner emotional struggle is central to understanding Shakespeare's tragic heroes and their sufferings. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം വിമർശിക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹം നോക്കിക്കാണുന്നതും. നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് ഫേറ്റ് ആൻഡ് ചാൻസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസിലെല്ലാം വിധിക്കും അതുപോലെ യാദൃശ്ചികതയ്ക്കും വളരെ വലിയ പങ്കുണ്ട്. അതായത് മിക്കപ്പോഴും ഒരു ട്രാജഡി സംഭവിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ട്രാജഡിയിലേക്ക് എത്തുന്നതിന് വിധി അതുപോലെ യാദൃശ്ചികത, ഫേറ്റ് അല്ലെങ്കിൽ ചാൻസ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ബ്രാഡ്ലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിങ് ലിയറിലാണെങ്കിൽ ലിയർസ് ലോസ് ഓഫ് കോർഡിയ ഈസ് ആക്സിലറേറ്റഡ് ബൈ എ മെസ്സഞ്ചേഴ്സ് ലേറ്റ് അറൈവൽ. അതായത് കിങ് ലിയറിൽ ലിയറിന് കോർഡിയയെ നഷ്ടപ്പെടുന്നത് ആ മെസ്സഞ്ചർ വളരെ വൈകി വരുന്നത് കൊണ്ടാണ്. അതുപോലെ ജൂലിയസ് സീസർ ഇഗ്നോസ് ഹിസ് വൈഫ്സ് ഓംനിയസ് ഡ്രീം വിച്ച് ലീഡ്സ് ടു ഹിസ് ഡെത്ത്. അതായത് ഭാര്യ സ്വപ്നം കാണുന്നുണ്ട്, പക്ഷേ അത് അവഗണിക്കുകയാണ് സീസർ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ മാക്ബത്തിനകത്തുണ്ട് വിച്ചസിൻ്റെ പ്രൊഫസീസ് എങ്ങനെയാണ് ആ ട്രാജഡിയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഒതെല്ലോയിലും ലോസ് ഓഫ് ഡെസ്റ്റിമോണസ് ഹാൻഡ്കർച്ചീഫ് അറ്റ് എ ക്രൂഷ്യൽ മൊമെൻറ്റ് ലീഡ്സ് ടു ഡിസാസ്റ്റർ. അതായത് ഒരു നിർണായകമായ ഒരു സമയത്ത് ഡെസ്റ്റിമോണയുടെ ഒരു ഹാൻഡ്കർച്ചീഫ് നഷ്ടപ്പെടുന്നതും ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് വിധിക്കും അതുപോലെ യാദൃശ്ചികതയ്ക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ട്രാജിക് ഹീറോസ്. അതായത് ഷേക്സ്പിയറിൻ്റെ ട്രാജിക് ഹീറോസ് എല്ലാം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു ഉയർന്ന പദവിയിലുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ അതായത് ഫിഗേഴ്സ് ഓഫ് വെൽത്ത്, പവർ ആൻഡ് ഹോണർ. സമൂഹത്തിൽ സമ്പത്ത് കൊണ്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും അവർ മുന്നിട്ട് നിൽക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ ലിയർ, ഹാംലെറ്റ്, മാക്ബത്ത് ഇവരെല്ലാം നമുക്ക് ഷേക്സ്പിയറിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ഒരു പദവി കൊണ്ട് അവരുടെ വീഴ്ച എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതും അത് സമൂഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടാകുന്നതാണ്. കാരണം ഇതൊരു വ്യക്തിപരമായിട്ടുള്ളൊരു വീഴ്ചയല്ല. അതായത് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അതൊരു വ്യക്തിപരമായിട്ട് മാത്രമുള്ളതല്ല, അത് സമൂഹത്തിൽ സാമൂഹികമായ ഒരു ദുരന്തമായിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കൽ ഐഡിയ ആയിട്ടുള്ള ഹമേഷ്യ അല്ലെങ്കിൽ ഒരു ഫേറ്റൽ ഫ്ലോ എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് സമൂഹത്തിൽ അവർ ശക്തരാണ്, പക്ഷേ അവർ വ്യക്തിപരമായിട്ട് അവർക്ക് ഒരുപാട് അവർ ദുർബലരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ബ്രാഡ്ലെയുടെ ഒരു പഠന രീതി എന്ന് പറയുന്നത് ഒരു ഫോർമലിസ്റ്റ് അപ്രോച്ചാണ്. അതായത് അദ്ദേഹം പുറമെ നടക്കുന്ന ചരിത്രപരമോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകളെയല്ല വിലയിരുത്തുന്നത്, ടെക്സ്റ്റിലൂടെയുള്ള ഒരു ക്ലോസ് റീഡിംഗ് ആണ് അദ്ദേഹം നടത്തുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ട്രാജഡി പലപ്പോഴും ഷേക്സ്പിയറിൻ്റെ ട്രാജഡിയിൽ പലപ്പോഴും ഉള്ളത് സമൂഹത്തിലെ ഉയർന്ന പദവിയുള്ള ആളുകളുടെ വീഴ്ചയായിട്ടാണ് ഷേക്സ്പിയർ മിക്കപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ അദ്ദേഹം എടുത്തു പറയുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ട്രാജിക് ഹീറോസിൻ്റെ എക്സ്പ്ലോറിങ് സൈക്കോളജിക്കൽ സ്ട്രഗിൾസ്, ട്രാജിക് ഹീറോസ് ഫേസ് ചെയ്യുന്ന സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രഗിൾസ്, അതുപോലെ സോഷ്യൽ ഒരു സ്റ്റാച്ചർ, അതുപോലെ തന്നെ അതായത് സാമൂഹികമായിട്ടുള്ളൊരു പദവി, അതുപോലെ വിധിയുടെയും യാദൃശ്ചികതയുടെയും ഒരു മിശ്രിതം, അതാണ് പലപ്പോഴും ട്രാജഡിയിലേക്ക് എത്തുന്നത് എന്നുള്ള ഷേക്സ്പിയറിൻ്റെ കാഴ്ചപ്പാടുകൾ. ഇവയെല്ലാമാണ് ബ്രാഡ്ലെ ഷേക്സ്പിയറിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അദ്ദേഹം ആശയങ്ങൾ കൊണ്ടുവന്നതും. സോ ഹിസ് ലെക്ചേഴ്സ് റിമൈൻ എ ഫൗണ്ടേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഷേക്സ്പിയറിൻ ട്രാജഡി ടുഡേ.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടി എസ് എലിയറ്റ് ആൻഡ് ഹിസ് ക്രിട്ടിക്കൽ എസ്സേ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം. അതായത് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന ട്രാജഡിയാണ് ടി എസ് എലിയറ്റ് ഇവിടെ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലം എന്നുള്ള ക്രിട്ടിക്കൽ വർക്കിലൂടെ. സോ ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് ദ പ്ലേ നോട്ട് ദ ക്യാരക്ടർ. ശരിക്കും ഹാംലെറ്റ് എന്ന് പറയുന്ന പ്ലേ ആണ് പ്രോബ്ലം, അല്ലാതെ ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ല. ടി എസ് എലിയറ്റ് പറയുന്നുണ്ട് കോളറിഡ്ജ് ഗദെ പോലെയുള്ള ക്രിട്ടിക്സ് എല്ലാം ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡ്രാമ, ആ ഒരു ഹാംലെറ്റ് എന്ന് പറയുന്ന ഡ്രാമ മുഴുവനായിട്ട് അനലൈസ് ചെയ്യുന്നതിന് പകരം ആ ഗദയും അതുപോലെ തന്നെ കോളറിഡ്ജുമൊക്കെ അവരുടെ സ്വന്തം ആശയങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് അവരുടെ സ്വന്തം അഭിപ്രായത്തിലൂടെയാണ് ഹാംലെറ്റിനെ വിലയിരുത്തുന്നത്. സോ ഇവിടെ ടി എസ് എലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഒരു അമ്മയുടെ കുറ്റബോധം മകനിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹാംലെറ്റിൻ്റെ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ കുറ്റബോധം മകനിലുണ്ടാക്കുന്ന സ്വാധീനം. പക്ഷേ ഇവിടെ ഈ ഒരു ആശയം വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ആ ഒരു ഡ്രാമയിൽ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേയിൽ കൊണ്ടുവരാൻ ഷേക്സ്പിയർ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? ദ വർക്ക് ഈസ് ഫാസിനേറ്റിംഗ് ബട്ട് ആർട്ടിസ്റ്റിക്കലി ഫ്ലോഡ്. അതായത് ആ ഷേക്സ്പിയറിന് അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് വിചാരിച്ചതുപോലെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഒരു കലാപരമായിട്ട് വൈകല്യമുള്ളതാണ് എന്നാണ് ടി എസ് എലിയറ്റ് പറയുന്നത്. ഇനി ടി എസ് എലിയറ്റ് ഹാംലെറ്റിലെ ഒരു ആർട്ടിസ്റ്റിക് ഫ്ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കലാപരമായിട്ട് അത് ഒരു വൈകല്യമുള്ളതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ റോബർട്ട്സൺ അതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെയുള്ള ക്രിട്ടിക്സ് എല്ലാം ഹാംലെറ്റിൻ്റെ കഥയിലൂടെ കംപ്ലീറ്റ് ആയിട്ടും സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഗദയോ അല്ലെങ്കിൽ കോളറിഡ്ജോ ഒന്നും ക്യാരക്ടേഴ്സിലൂടെ മാത്രമേ നടന്നിട്ടുള്ളൂ, ഹാംലെറ്റ് എന്ന കഥാപാത്രത്തിലൂടെ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹാംലെറ്റ് എന്ന കഥാപാത്രത്തെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതേസമയം വർക്കിലൂടെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു തെറ്റായിട്ടില്ല, അതൊരു ശരിയായ രീതിയല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്, ടി എസ് എലിയറ്റ് പറയുന്നത്. അതേസമയം ഇവിടെ റോബർട്ട്സൺ എന്ന് പറയുന്ന ആൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടി എസ് എലിയറ്റ് അദ്ദേഹത്തെ പ്രശംസിക്കുന്നുണ്ട്. സോ ഇവിടെ ടി എസ് എലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ ഹാംലെറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഒരു ദൈർഘ്യമേറിയിട്ടുള്ളൊരു പ്ലേ ആണ്. പക്ഷേ ഇതിനകത്ത് പൊളോണിയസിൻ്റെ ചില രംഗങ്ങളൊക്കെ അനാവശ്യമായതും യുക്തിരഹിതമായതുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പൊളോണിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ക്ലോഡിയസിൻ്റെ കൂടെ നടക്കുന്ന ആൾ. ഇപ്പോൾ ഇതിനകത്തൊരു സീൻ വരുന്നുണ്ടല്ലോ, ഹാംലെറ്റിൻ്റെ അമ്മയും സംസാരിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കുന്നൊരു ഭാഗം. അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ കുറേ കാര്യങ്ങൾ പൊളോണിയസിൻ്റെ രംഗങ്ങളുണ്ട്. അത് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യമാണ്, യുക്തിരഹിതമാണ് എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡ്രാമക്കകത്ത് ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ എഴുത്ത്, അതൊരു പക്വതയില്ലാത്ത ഒരു ചിന്തയും അതുപോലെ തന്നെ ആ ഒരു രംഗത്തിന് ആവശ്യമില്ലാത്തതും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് യുക്തിരഹിതമാണ് എന്ന് പറയുന്നത്, ആവശ്യമില്ലായിരുന്നു എന്നാണ് ടി എസ് എലിയറ്റിൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഷേക്സ്പിയറിന് മറ്റ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ട്രാജഡീസ് ഉണ്ട്, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഹാംലെറ്റിലെ ചില ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ടി എസ് എലിയറ്റ് പറയുന്നത്. ഈ ആശയക്കുഴപ്പങ്ങളും ഈ പൊരുത്തക്കേടുകളും എല്ലാം ഇത്രയും കൂടുതൽ സമയം ഷേക്സ്പിയർ എടുത്തിട്ട് ഇത്രയും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു ഡ്രാമ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇതിനകത്തുള്ള ഈ ആശയക്കുഴപ്പങ്ങളും അതുപോലെ തന്നെ പൊരുത്തക്കേടുകളും ഈ ഡ്രാമ ആർട്ടിസ്റ്റിക്കലി ഫെയിലിയറാണ് എന്ന രീതിയിലേക്ക് എത്തുന്നതാണ് ടി എസ് എലിയറ്റ് അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അതായത് ഷേക്സ്പിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്? അതായത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഓർ ഒബ്ജെക്ട്സ് ദറ്റ് ഇവോക്ക് ദ ഇമോഷൻസ് എ ക്യാരക്ടർ ഫീൽസ്. അതായത് ഒരു ക്യാരക്ടർ ഒരു വർക്കിനകത്ത് ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഇമോഷൻസ്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ്സ് കൊണ്ട് ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടോ ഉണ്ടാവുന്ന ഇമോഷൻസ്, ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയാം. ഇതിനകത്ത് ടി എസ് എലിയറ്റ് എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത് മാക്ബത്തും അതുപോലെ ഹാംലെറ്റുമാണ്. മാക്ബത്തിനകത്ത് ലേഡി മാക്ബത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ അസ്വസ്ഥതകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഷേക്സ്പിയറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഹാംലെറ്റിലേക്ക് വരുന്ന സമയത്ത് ഹാംലെറ്റിന് ഒരുപാട്
ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ അതും അതുപോലെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുറ്റബോധങ്ങളൊന്നും നല്ല രീതിയിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ ഷേക്സ്പിയർ പരാജയപ്പെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാണുന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ വായനക്കാർക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടി.എസ്. എലിയറ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഹാംലെറ്റ് ഈസ് എൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ, അതായത് ഒരു കലാപരമായ പരാജയമാണ് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്നത്. കാരണം ഷേക്സ്പിയറിന് മുഴുവനായിട്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ആശയം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഹാംലെറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനായിട്ടും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് അദ്ദേഹം ചിത്രീകരിച്ചത് എന്നാണ് വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് ഈ ഒരു ഹാംലെറ്റ് ഒരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്ന രീതിയിൽ ടി.എസ്. എലിയറ്റ് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഷേക്സ്പിയറിൻ്റെ കലാപരമായ കഴിവില്ലായ്മയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഇങ്ങനെയുള്ളൊരു വൈകാരികമായ ഒരു ആഴത്തിലുള്ള ആശയങ്ങൾ അതിനെ പിന്തുണക്കാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. അതായത് വില്യം ഷേക്സ്പിയർ ഹാംലെറ്റിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത് വലിയൊരു ആശയമാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് ഇന്നറായിട്ടുള്ള അതായത് അത്രയും ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതങ്ങോട്ട് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് അത്രയും വ്യക്തതയിലും അത്രയും ആഴത്തിലും കൊണ്ടുവരാൻ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾക്കോ ചുറ്റുമുള്ള സംഭവ വികാസങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. എന്നാൽ വില്യം ഷേക്സ്പിയർ കലാപരമായിട്ട് ഒരു കുറവുള്ള ഒരാളല്ല. ഇവിടെ ടി.എസ്. എലിയറ്റ് ഇദ്ദേഹത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റുമായിട്ടാണ്. അതായത് ഒരു പരിമിതമായിട്ടുള്ള നിറങ്ങൾ, അത്യാവശ്യം നിറങ്ങളില്ല, അതുപോലെ ആവശ്യമായിട്ടുള്ളൊരു ക്യാൻവാസും ഇല്ലാത്തതുകൊണ്ട് ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ കഴിയാത്ത ഒരു ആർട്ടിസ്റ്റിനോടാണ് ടി.എസ്. എലിയറ്റ് വില്യം ഷേക്സ്പിയറിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ടി.എസ്. എലിയറ്റിൻ്റെ ഒരു എസ്സേ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു ആഗ്രഹം അതിനെ പ്രശംസിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്നതിൽ പ്രശംസിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവിനെ പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ കലാപരമായ ഒരുപാട് ബലഹീനതകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കഥാപാത്രത്തിലാണെങ്കിലും പ്ലോട്ടിലാണെങ്കിലും പല ഇമോഷൻസും ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്താ പറയുക വിമർശനാത്മകമായിട്ട് ചിന്തിക്കാൻ ടി.എസ്. എലിയറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ വില്യം എംസൺ ആൻഡ് ഹിസ് എ പോയിറ്റ് critic is best known for his 7 types of ambiguity. ഇവിടെ വില്യം എംസൻ്റെ ആംബിഗ്യൂറ്റി തിയറിയാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു ലിറ്റററി ടെക്സ്റ്റിനെ ഒരിക്കലും നമുക്കൊരു സിമ്പിളായിട്ട് ഒരു മോറൽ ഓർ ഹിസ്റ്റോറിക്കൽ കാറ്റഗറീസ് ആയിട്ട് നമുക്കൊരിക്കലും തരംതിരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ധാർമ്മികമായോ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായിട്ട് ഒരു വിഭാഗമായിട്ട് ഒരു ലിറ്റററി ടെക്സ്റ്റിനെ നമുക്ക് തരംതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പോയറ്റിക് ലാംഗ്വേജ് അതിന് ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ് ഉണ്ടാവും, ഒരുപാട് ഓവർലാപ്പിംഗ് മീനിങ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ ഇത്തരം ഒരു ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം 7 ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റി, അതായത് ഒരു 7 തരത്തിലുള്ള അവ്യക്തതകൾ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമീപനം ഐറണി, സജഷൻ, അതുപോലെ ഇമോഷണൽ ഡെപ്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വില്യം എംസൺ അദ്ദേഹത്തിൻ്റെ എസ്സേ ഓൺ ഹാംലെറ്റ് എന്ന് പറയുന്ന എസ്സേക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മിക്കപ്പോഴും ഹാംലെറ്റിൻ്റെ കഥാപാത്രവും അതുപോലെ ആ ഒരു പ്ലേയുടെ പ്രമേയവുമൊക്കെ ആവശ്യമില്ലാത്ത സങ്കീർണത സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് അത്രയധികം മോശമായ ഘടനയുള്ള സ്ട്രക്ചറുള്ള ഒരു ട്രാജിക് പ്ലേ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു മിസ്റ്ററിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക വെല്ലുവിളി വില്യം ഷേക്സ്പിയർ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ചില സീനുകളിലെല്ലാം പെരുമാറ്റത്തിൽ പൊരുത്തക്കേടുകൾ, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ആൻഡ് ഇൻഫ്ലുവൻസ്. അദ്ദേഹം പറയുന്നുണ്ട് മിക്കപ്പോഴും ഭാഷയിലൂടെയും ബാക്കിയുള്ള ടെക്നിക്കൽ അതുപോലുള്ള സ്വാധീനങ്ങളുടെയും ഒക്കെ കഥാപാത്രങ്ങൾക്ക് അതിൻ്റേതായ ജീവൻ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഷേക്സ്പിയറിൻ്റെ പല വർക്കിലും അതുപോലെ ക്ലാസിക് പോയംസിലെല്ലാം വളരെ സങ്കീർണമായ സൈക്കോളജിക്കലാണെങ്കിലും അതെ സാമൂഹികമായതാണെങ്കിലും അതെ ഒരുപാട് ആശയങ്ങൾ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ അവ്യക്തമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 94 അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡിനെ വ്യക്തമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പോയം ഫേമസ് ആവാൻ സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ലെസ്ലി സ്റ്റീഫൻ. അതായത് മാത്യു ആർണോൾഡിന് ശേഷം ഫേമസ് ആയിട്ടുള്ള ഒരു വിക്ടോറിയൻ ക്രിട്ടിക്കാണ് ലെസ്ലി സ്റ്റീഫൻ. അതായത് ഒരുപാട് വിക്ടോറിയൻ ക്രിട്ടിക്സിൽ ഒരാളാണ് അദ്ദേഹം. ഇദ്ദേഹം എങ്ങനെയാണ് ഷേക്സ്പിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷേക്സ്പിയറിനോടുള്ള ഇദ്ദേഹത്തിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയർ ആസ് എ മാൻ എന്ന് പറയുന്ന എസ്സേയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു ഗ്രേറ്റ് ലിറ്ററേച്ചർ വായിക്കുന്നത്, മഹത്തായ ഒരു കൃതി നമ്മൾ വായിക്കുന്നത് എഴുത്തുകാരനുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഓരോ എഴുത്തുകാരും കോൺഷ്യസ് ആയിട്ടോ അല്ലാതെയോ അവരുടെ ഒരു വ്യക്തിത്വം ആ ഒരു കൃതികളിൽ കാണിക്കുന്നില്ല. അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു അംശം അവരുടെ വർക്കിലൂടെ നമുക്ക് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് അധികമായാൽ, അമിതമായി ഇങ്ങനെയുള്ള ഒരു സ്വാധീനം ആ വർക്കിലൂടെ ഉണ്ടെങ്കിൽ അത് ഷേക്സ്പിയറിനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എങ്കിൽ ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഗുണത്തെയാണ് മറച്ചു വെക്കുന്നത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് ക്യാരക്ടർ വെറൈറ്റിയാണ്. അതായത് ഷേക്സ്പിയറിൻ്റെ മഹത്വം എന്താണ്? അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടുന്നതിലല്ല, അതായത് വർക്കിലൂടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുന്നതിലൂടെയല്ല, മറിച്ച് വ്യത്യസ്തമായതും വൈവിധ്യമാർന്നതും യഥാർത്ഥമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഡ്രാമാസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷേക്സ്പിയർ തന്നെ ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് നേരിട്ട് ചേർന്ന് പോവാത്ത ഒന്നാണ്. അത് ചേർന്ന് പോകുന്നില്ല. അപ്പോൾ ഫാൽസ്റ്റാഫ് ആണെങ്കിലും ഹാംലെറ്റ് ആണെങ്കിലും അവരൊക്കെ ഷേക്സ്പിയറിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. ഈ ഒരു വൈവിധ്യമാണ് ഷേക്സ്പിയറിൻ്റെ എഴുത്തിനെ നമ്മൾ നിർവചിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് ഇമാജിനേറ്റീവ് ക്രിയേഷൻ. അതായത് ഒരു പ്ലേ റൈറ്റിന് അല്ലെങ്കിൽ ഒരു രചയിതാവിന് വ്യക്തിപരമായി അല്ലാത്ത ഗുണങ്ങളും കഴിവുകളും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഈ ഒരു കഴിവ് എന്ന് പറയുന്നത് ഭാവനാത്മകമായിട്ടുള്ള സൃഷ്ടിയാണ്, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ല. അങ്ങനെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് സാർവത്രികമായ മാനുഷിക അനുഭവങ്ങളാണ് അദ്ദേഹം കാണിക്കുന്നത്. അതായത് ഒരു ഡ്രമാറ്റിസ്റ്റിന് ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ വ്യക്തിപരമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും ക്യാരക്ടേഴ്സിൻ്റെ ക്വാളിറ്റീസിനെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഒരു ഡ്രമാറ്റിസ്റ്റിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷേക്സ്പിയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമാജിനേറ്റീവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം, അതായത് ഇമാജിനേഷൻ ആണെങ്കിലും ഇമാജിനേറ്റീവ് ക്രിയേഷൻ ആണെങ്കിലും അദ്ദേഹം യൂസിങ് വാരിഡ് ക്യാരക്ടേഴ്സ് ടു റിവീൽ യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ് റാദർ ദാൻ ജസ്റ്റ് പേഴ്സണൽ ബിലീഫ്സ്. നെക്സ്റ്റ് ഒരു ക്രിട്ടിക്കാണ് ഫ്രാങ്ക് കെർമോഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ടേക്സ് എ ബാലൻസ്ഡ് വ്യൂ, അതായത് വില്യം ഷേക്സ്പിയറിൻ്റെ കാര്യത്തിൽ ഒരു ബാലൻസ്ഡ് വ്യൂ ആണ് അദ്ദേഹത്തിന്. ഹി ഡസ് നോട്ട് എക്സാജറേറ്റ് ഓർ ഡിമിനിഷ് ഷേക്സ്പിയറിനെ വല്ലാണ്ട് അങ്ങ് പൊക്കി പറയുകയോ ഷേക്സ്പിയറിൻ്റെ ക്വാളിറ്റീസിനെ വിലയിരുത്തി താഴ്ത്തിക്കെട്ടുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആധുനിക സിദ്ധാന്തങ്ങൾ, അതായത് മോഡേൺ റൈറ്റേഴ്സ് അങ്ങനെ വല്ല തിയറീസും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ ഇദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ബാലൻസ്ഡ് വ്യൂ എടുക്കുന്നത്? അതായത് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിനെ കുറിച്ചാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. അതായത് ഷേക്സ്പിയറിൻ്റെ ഭാഷ വളരെ മനോഹരമാണ്, വളരെ സമ്പന്നമാണ് അതിൻ്റെ മീനിങ്സിൽ. ഇനി സങ്കീർണമായ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസിൽ വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൽ വ്യക്തതയുണ്ട്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ചില സോളിലോക്കികളും പ്രസംഗങ്ങളൊക്കെ എന്നാലും ചിലപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്തതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് വ്യൂ ആണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ചില വാക്കുകൾ ഏറ്റവും മനോഹരമാണ്, വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ലോങ് സ്പീച്ചോ സോളിലോക്കിയോ ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഒരു ബാലൻസ്ഡ് വ്യൂ ടു ലാംഗ്വേജ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് കോംപ്ലക്സ് പോയറ്റിക് സ്റ്റൈൽ, അതായത് ഇപ്പോഴത്തെ ഒരു നാടകങ്ങളിലൊക്കെ പ്ലേസിലെല്ലാം ഉയർന്നു വരുന്ന ഒരു ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്ന രീതി, അത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ശൈലി ഷേക്സ്പിയറിൻ്റെ ആ ഒരു പോയറ്റിക് എക്സ്പ്രഷനെ അതുപോലെ യുക്തിയുടെയും വ്യക്തമായ ധാരണയുടെയും പരിധികൾക്കപ്പുറത്തേക്കാണ് തള്ളുന്നത്. അതായത് ഷേക്സ്പിയറിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും, ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്തേക്കാണ് അത് കൊണ്ടുവരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
അതായത് ചില കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചില ആശയങ്ങൾ, വളരെ സങ്കീർണമായ ആശയങ്ങൾ ഉണ്ടായിരിക്കും, അത് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നത് ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ചിന്തകളെ തന്നെ ഇവിടെ ഒരു ഡ്രമാറ്റൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് ലാംഗ്വേജ്. അതായത് ഷേക്സ്പിയർസ് ക്യാരക്ടേഴ്സ് ഹാവ് യുണീക്ക് ഡിസ്റ്റിങ്ക്റ്റ് വോയിസസ് tailored to their personalities. This is especially clear in non-human characters like Ariel in The Tempest. അതായത് ഷേക്സ്പിയറിൻ്റെ ക്യാരക്ടേഴ്സിന് അവരുടേതായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് വോയിസ് ഉണ്ട്. ഇപ്പോൾ അത് ടെമ്പെസ്റ്റിലെ ഒരു നോൺ ഹ്യൂമൻ ക്യാരക്ടറായിട്ടുള്ള ഏരിയലിന് പോലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹി അഡ്മയേഴ്സ് ഹൗ ഷേക്സ്പിയർ മിക്സസ് കോമഡി വിത്ത് ട്രാജഡി ആൻഡ് ഗിവ്സ് ലാംഗ്വേജ് സട്ടിൽ ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് ഇദ്ദേഹം ഈ ഒരു ആദ്യം ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഷേക്സ്പിയർ കോമഡിയെയും ട്രാജഡിയെയും മിക്സ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണ്. അതായത് വളരെ വ്യക്തമായ ഭാഷയിലൂടെ ഏറ്റവും മനോഹരമായിട്ടാണല്ലോ അദ്ദേഹം ട്രാജഡീനെയും കോമഡീനെയും ഇത്രയും അധികം മിക്സ് ചെയ്തിട്ട് കാണിക്കുന്നത് എന്ന് അദ്ദേഹം അഡ്മയർ ചെയ്യുന്നുണ്ട്. ദെൻ ടെറി എഗിൽട്ടൺ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഷേക്സ്പിയറിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഗീവ്സ് എ ബോൾഡ് മാർക്സിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് മാർക്സിസ്റ്റ് തീംസ് ആൻഡ് പാരഡോക്സ്. ഇതിൻ്റെ വർക്കിൽ ഈ ഒരു ആശയം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വാക്കുകളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും ശരീരം, ഭാഷ, ഇത് തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണെങ്കിലും അതുപോലെ നിയമം, പ്രകൃതി, അങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം എങ്ങനെയാണ് പരസ്പരം കണക്റ്റ് ആയിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം ഷേക്സ്പിയറിൻ്റെ വർക്കിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവയെ എങ്ങനെയാണ് ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അപ്പോൾ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന ആ ഒരു പ്ലേക്കകത്ത് ആ ഒരു നിയമം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ ലംഘിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു വിരോധാഭാസം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെർച്ചൻ്റ് ഓഫ് വെനീസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരു പൗണ്ട് ഫ്ലഷ് വേണമെന്ന് പറയുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ആ ഒരു അവസ്ഥ, സാഹചര്യം, അതിനകത്ത് ആ ഒരു നിയമം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ലംഘിക്കുന്ന ഒരു സാഹചര്യം, അതൊരു വിരോധാഭാസമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നീതിയെയും അതോറിറ്റീനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു വിരോധാഭാസം അത് അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് പറ്റില്ലേ, അല്ലെങ്കിൽ അങ്ങനെ അത് ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്ത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ആ ഒരു പ്ലേ വായിക്കുന്ന സമയത്ത് നമുക്കത് നീതിയുക്തമായിട്ടാണ് തോന്നുക. നെക്സ്റ്റ് ഐഡിയോളജിക്കൽ കോംപ്ലക്സിറ്റി. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട് ഷേക്സ്പിയറിൻ്റെ പ്ലേസിനെ ഒരിക്കലും നമുക്ക് നേരിട്ട് മാർക്സിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചിന്താഗതികളെ ആ തിയറിയുമായിട്ടൊന്നും ഒരിക്കലും നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഈ മാർക്സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൻ്റെ വളരെ പ്രസക്തമായ ആശയങ്ങൾ അതിലൂടെ വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. അതായത് ടെമ്പെസ്റ്റിൽ ഹ്യൂമാനിസവും കൊളോണിയലിസവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ആശയം ഷേക്സ്പിയറിനെ ഇങ്ങനെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആദർശവൽക്കരിക്കാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജനാർദൻ ടോളമോ. അതായത് ഇദ്ദേഹം അലൻ സിൻഫീൽഡിൻ്റെ ഒപ്പം കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് ജനകീയമാക്കിയിട്ടുള്ളത്, അതിനെയാണ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് സ്വാധീനമുള്ള ഒരു അപ്രോച്ചാണ്. സോ ഇവിടെ ആദ്യം പറയുന്നത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ്. പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ചരിത്രങ്ങളിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ളതോ ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഏതെങ്കിലും ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ അനുഭവങ്ങളും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുന്നേ തന്നെ പല ആൾക്കാരും ഇവിടെ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്, മുന്നേ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു സാധനം, ഒരു കാര്യം, അത് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തെ അതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വീണ്ടും ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ ചരിത്രപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സാമൂഹികമായോ രാഷ്ട്രീയമായിട്ടുള്ള സന്ദർഭങ്ങളായിരിക്കാം. അപ്പോൾ അത് വീണ്ടും നമ്മൾ അന്വേഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ. സോ യൂസിങ് ക്ലോസ് റീഡിംഗ് വിത്ത് മാർക്സിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, ഡോളിമർ ഹൈലൈറ്റ്സ് social struggles and subversive potential in Shakespeare's work.
നെക്സ്റ്റ് ഇദ്ദേഹം ഡൈനാമിക് കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായോ സാമ്പത്തികമായോ ഒരു വ്യവസ്ഥയിൽ നിന്നൊരിക്കലും വേർതിരിക്കാൻ കഴിയാത്തതാണ്. അതായത് നമുക്കൊരിക്കലും സംസ്കാരത്തെ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ ഉള്ള ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടിൽ നിന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അത് റിഫ്ലക്ഷൻ മാത്രമല്ല, അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ മിക്ക നാടകങ്ങളും നമ്മളൊരിക്കലും ഒരു ഒറ്റപ്പെട്ട ഒരു സാഹിത്യ വസ്തുവായിട്ട് വിലയിരുത്തരുത്. അവ അതിൻ്റേതായിട്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ളതും അതുപോലെ പല രീതിയിലും അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നോക്കിക്കാണുന്ന ഒരാൾ ഷേക്സ്പിയറിനെ വിലയിരുത്തുന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ ആ ഒരു നാടകങ്ങൾക്ക് അതിൻ്റേതായ കൾച്ചർ വാല്യൂ മൂല്യങ്ങളുണ്ട് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. So he stresses institutions and practices that reproduce Shakespeare and the possibility of contemporary critics to challenge dominant readings. ഇനി മറ്റൊരു രീതിയിലൂടെ നോക്കിക്കാണുകയാണെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ ഒരുപാട് ആശയങ്ങളിൽ നിന്ന് പലപ്പോഴും അങ്ങനത്തെ ആശയങ്ങൾ, അതായത് ഇപ്പോൾ അധികാരമാണെങ്കിലും സാമൂഹിക ക്രമമാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ, സമൂഹത്തിലെ മറ്റുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിലും അത് ചർച്ച ചെയ്യുന്നുണ്ട്, അതേപോലെ എതിർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുന്ന സമയത്ത് ഷേക്സ്പിയർസ് ഡ്രാമാസ് ബിക്കം ബാറ്റിൽ ഗ്രൗണ്ട്സ് വേർ സെക്ഷുവാലിറ്റി, പവർ ആൻഡ് സോഷ്യൽ ഓർഡർ ആർ നെഗോഷിയേറ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് ഷേക്സ്പിയറിൻ ക്രിറ്റിസിസം. അപ്പോൾ ഓരോ ക്രിട്ടിക്കും ഏത് ആശയമാണ് മുന്നോട്ട് വെച്ചത്, ഏത് ആശയത്തിലൂടെയാണ് അവരതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതുപോലെ ഏതെല്ലാം എക്സാമ്പിൾസാണ് അവരെടുത്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വായിക്കുന്നതിനനുസരിച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. താങ്ക് യു സോ മച്ച്.